പോട്ട് അമ്മൂമ്മ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ആണോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, ഒരു ചാക്കി കെട്ടി ആ പറമ്പടെ കൊടുക്കള. എടാ ഈ ജീവിതം എന്ന് പറയുന്നതേ കോമാളി വേഷം കെട്ടാനുള്ളതല്ല, അത് നീ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ കോമാളി വേഷമൊന്നും കെട്ടണല്ല, ഞാൻ പെരുമാറി വരുമ്പോൾ അങ്ങനെ ആയിപ്പോണതാണ്. പിന്നെ ഇതുപോലെ തന്നെ എൻ്റെ അമ്മ എപ്പോഴും ഇരുന്നുകൊണ്ട് പറയും, എടാ അച്ഛനെ പോലെ കോമാളി വേഷം കെട്ടണ്ട, അച്ഛനെ പോലെ കോമാളി വേഷം കെട്ടണ്ട. അപ്പോഴും നമ്മുടെ ഭാഷങ്ങളുടെ കുഴപ്പമല്ല. എന്താടാ പിന്നെ നീയേ? അല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല, ഞാൻ മറ്റേ സയൻസ് ജെനറ്റിക്സ് അങ്ങനെ. നീ കുറച്ച് വശം കെട്ട വേല കാണിക്കുമ്പോഴേ നാട്ടുകാരൊക്കെ പറയുമല്ല, ബാലുവിനെ പോലെ തന്നെ സയൻസടാ, ജെനറ്റിക്. ഞങ്ങളുടെ അടുത്ത് മാത്രം ഡയലോഗ് അടിക്കാൻ യാതൊരു കുഴപ്പമില്ല അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പുഷ്പലത ആന്റി കട തുടങ്ങാൻ വേണ്ടിട്ട് അങ്കിളിന് ഒരു 8 ലക്ഷം രൂപ തന്നതാണോ? തന്നല്ല, എല്ലാവർക്കും അറിയാലോ കട തുടങ്ങിയ ഞാൻ പറഞ്ഞില്ലേ മുമ്പ്. പക്ഷെ അതൊരു 3 മാസം കൊണ്ട് പൂട്ടിക്കെട്ടിയില്ലേ? ബിസിനസ് അല്ലേ, സസ്റ്റൈൻ ചെയ്ത് ചിലപ്പോൾ നിൽക്കണമെന്നില്ല. ചിലർക്ക് വർക്കാവും, ചിലർക്ക് വർക്കാവില്ല. എനിക്ക് വർക്കായില്ല, അത്രേ ഉള്ളൂ. പിന്നെ വർക്കാവുന്ന വേറൊരു കാര്യം ആന്റി ചെയ്തല്ലോ. എന്താണ്? അങ്ങളെ കൊണ്ട് സിംഗപ്പൂര് പോയില്ലേ? അത് 2 തവണ. അതറിയാം, എല്ലാവർക്കും അറിയാല്ല. സിംഗപ്പൂർ 2 തവണ പോയി പറഞ്ഞില്ലേ, ഇവരുടെ പറഞ്ഞില്ല, നിനക്കറിയാലോ. ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി മേടിച്ചെന്നായിരുന്ന. സൂപ്പർ മാർക്കറ്റിൽ ജോലി, അവിടെ ഒരു മാനേജറായിട്ടാ ജോലി വാങ്ങിച്ചത്. മാമി അവിടെ കടയിൽ നിൽക്കാൻ വേണ്ടി വിളിച്ചത്. അത് രാവിലെ 6 മണിക്ക്, കാരണം 12 മണി, ചിലപ്പോൾ നൈറ്റ്. അവന്മാരെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ നിൽക്കണോ? വേണ്ട, ഒരു കാര്യം ചെയ്യാം, അവരോട് പറയാം നിന്റെ സൗകര്യത്തിന് നിൽക്കാൻ. എന്താ? അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ. ശരി, വിട് അങ്ങളെ, നിങ്ങൾ അതെല്ലാം വിട്. അങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വസ്തു കച്ചവടം എന്ന് പറഞ്ഞിറങ്ങിയായിരുന്നല്ലോ, അതെന്തായി? ഇത് പറയുമ്പം കേൾക്കാൻ രസമുണ്ട്. ഈ വസ്തു കച്ചവടം എന്ന് പറയണത് മാമി, നമ്മൾ ചുമ്മാ കിടന്ന് കറങ്ങണം, കയ്യിലുള്ള പൈസ പോകുന്നുള്ളത് യാതൊരു പ്രയോജനമില്ല. പിന്നെ പറഞ്ഞതാണ് ലാൻഡിന്റെ പരിപാടിയാണെന്ന്. നാട്ടുകാർ മുഴുവൻ വിളിക്കുന്നത് ബ്രോക്കർ എന്നാണ്. ശരി അണ്ണാ, അതെല്ലാം വിട്ടിടുங்க. உங்களுக்கு എല്ലാം വിട്ടിട്ട് എല്ലാം വിട്ടോണ്ടിരിക്കുകയല്ലേ, പിന്നെ എല്ലാരും വിട്ടിട്ട് പറ. ஐயோ நான் சொல்றத கொஞ்சம் கேளுங்க. அதெல்லாம் விட்டுட்டு அது வீണ്ടും പറ, കാര്യം പറ. சொல்றேன். சின்ன வேலையா பார்க்கலாம்ல? சின்ன வேலை பார்க்கலாம்ல? ചിന്ന വേല എന്ന് വെച്ചാൽ കൂലിപ്പണിയാണ് ഉദ്ദേശിക്കുന്നത്. அதுக்கு மதிப்பு இருக்கண்ணா. മതിപ്പെറുക്കെന്ന് പറഞ്ഞാലേ നാട്ടുകാർ അങ്ങനെ ആയിരിക്കില്ല പറയണം. എല്ലാ ജോലിക്കും മതിപ്പുണ്ടെന്ന് പറയും. കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ അത് പിന്നെ പറയും, പുഷ്പലതയുടെ ഭർത്താവ് കണ്ട അവിടെ സിംഗപ്പൂരിൽ ഇരിക്കുന്നത്, എവന്താ കൂലിപ്പണിക്ക് വേണമെന്ന് പറയും. അവർക്ക് ഒരു മാനക്കട ഉണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. എല്ലാം അവർക്ക് വേണ്ടിയാണ്, അതും കൂടെ ആലോചിക്കും. നിങ്ങൾ ഇരുന്ന് വളർന്നിരുന്ന കുറ്റം പറഞ്ഞാൽ പോരാ മാമി. എന്നാ പിന്നെ നീ ഇനി ഒരു കാര്യം ചെയ്, കെട്ടും പാട്ടും ഒക്കെ പറക്കൊണ്ട് പ്രാച്ചമ്പലത്ത് പോ. അവർക്ക് നിന്നെ ഇനി വേണ്ട, അവള് നിന്നെ ഉപേക്ഷിക്കാൻ പോവാ. നടക്കൂല, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നടക്കൂ? നിങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കൂ? നടത്താൻ വേണ്ടിട്ടേ അഡ്വക്കേറ്റും വീട്ടുകാരൊക്കെ നല്ലോണം ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നടക്കൂല, നിങ്ങളില്ലേ കൂടെ? ഞങ്ങളല്ല കെട്ടിയത്, അങ്ങളാണ് കെട്ടിയത്, അങ്ങളുടെയാണ് ഭാര്യ. ഞാൻ നിങ്ങളാര്? നിങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കൂ? എടാ, എന്നാലും നിനക്ക് മര്യാദക്ക് ജീവിക്കാൻ വയ്യ. ഇതിനപ്പുറം എങ്ങനെ മാമി മര്യാദയ്ക്ക് ജീവിക്കുന്നത്? അതിനിടെ കൂലിപ്പണിയുന്നു, ഇനി അതവള് കേൾക്കണം. കൊള്ളാൻ കേട്ടാ കനകം. എവിടെ പോന്ന്? അകത്തോട്ട് ചെല്ലിട്ട് പിന്നെ സംസാരിച്ച് മയപ്പെടുത്തി എടുക്കി. അവിടെ ഉണ്ട് ആള്. കൂലിപ്പണിയല്ലേ, മുണ്ടുമുറുക്കി കിടന്ന പട്ടിണി കിടക്കും. വല്ലവന്റെ അടിമപ്പണിക്ക് എന്നെ കിട്ടൂല. എനിക്ക് തോന്നുന്നില്ല ഇത് ശരിയാവുമെന്ന്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.